സ്ത്രീകളുണ്ട് സൂക്ഷിക്കുക എന്ന് ബസിന്റെ അകത്തും പുറത്തും എഴുതി വെക്കണം. കയ്യും തലയും പുറത്തിടരുത് എന്ന് മാത്രം പരസ്യപ്പെടുത്തിയാൽ ഇനി മതിയാകില്ല. അത്തരമൊരു സാഹചര്യത്തിലൂടെയാണ് കേരളീയ പുരുഷ സമൂഹം കടന്നു പോകുന്നത്. കഴിഞ്ഞ ദിവസം ദീപക് എന്നു പേരായിട്ടുള്ള ഒരു പുരുഷൻ ശരീരസമേതം ആത്മഹത്യ ചെയ്തു. നമ്മളെല്ലാം അറിഞ്ഞു. ഇനി ആ മനുഷ്യൻ ഇഹലോകത്ത് നമുക്കൊപ്പം ഇല്ല. നേരായ നിലയിലായിരുന്നുവെങ്കിൽ കുറഞ്ഞതൊരു 4 പതിറ്റാണ്ടുകൂടി കേരളത്തിൽ ജീവിക്കേണ്ട ഒരു പുരുഷനായിരുന്നു അദ്ദേഹം. മനുഷ്യനായിരുന്നു എന്ന് പറയുന്നില്ല, പുരുഷനായിരുന്നു. അഭിമാനിയുമായിരുന്നു, അന്തസ്സുള്ളവനായിരുന്നു, ശുദ്ധനായിരുന്നു, നിഷ്കളങ്കതയും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് സ്വയം കൊല്ലാൻ തീരുമാനിച്ചത്. സമൂഹത്തെ ആ പാവം ഭയന്നു. കുടുംബക്കാരും സുഹൃത്തുക്കളും ഞരമ്പ് രോഗിയായ ഒരു കോഴിയായി തെറ്റിദ്ധരിക്കുമോ എന്ന ആ സാധു കരുതി. മരിക്കാതെ മറ്റു മാർഗമില്ലാത്ത നില വന്നു. മരിച്ചതല്ല, സത്യത്തിൽ കൊന്നതാണ്. മാറിൽ മാംസമലകളുള്ള ഒരു മറുതയാണ് ഘാതക. അങ്ങനെയാണ് പോകേണ്ട ഒരു വിചാരം. വിലപിടിപ്പുണ്ട് എന്ന് സ്വയം കരുതുന്ന ശരീരത്തോടുകൂടി അവൾ ബസ്സിൽ അങ്ങോട്ടേക്ക് കയറി. മാറിൽ മുലകളും ഉണ്ടായിരുന്നു. അതായത് മുല സമേതയായി ആ താടക മറുത ഇരപിടിക്കാനായി ബസ്സിൽ കയറി എന്ന് കേരളീയ പുരുഷ സമൂഹം മനസ്സിലാക്കണം. അത്യാവശ്യം തിരക്കുള്ളതാണ് ബസ്. നമ്മൾ കണ്ടു. വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചന്തി കുത്തിവെക്കാൻ ബസ്സിൽ സീറ്റില്ല. അതുകൊണ്ട് നിന്നേ യാത്ര പറ്റൂ. അവൾ നിന്നു, കരുതിക്കൂട്ടി നിന്നു. ശരീര സംരക്ഷണാർത്ഥം ക്യാമറ ഓൺ ചെയ്തു വെച്ചു. കഷ്ടകാലത്തിന് ദീപക്കാണ് താടകയുടെ അടുത്തു നിന്നത്. കഷ്ടകാലത്തിന് ബസ് ഓടിക്കൊണ്ടിരിക്കുകയാണ്. വിദ്യാഭ്യാസം ഉള്ളവന്റെ ശരീരമായാലും നിരക്ഷരന്റെ ശരീരമായാലും ആണിന്റെ ശരീരമായാലും പെണ്ണിന്റെ ശരീരമായാലും കണ്ടക്ടറുടെയും ഡ്രൈവറുടെയും കിളിയുടെയും ഒക്കെ ശരീരമായാലും ഇനി ജീവനില്ലാത്ത ലഗേജുകളായാലും ആ സമയം ഭൗതിക ശാസ്ത്ര നിയമത്തിന്റെ പിടിയിലായിരിക്കും ബസ്സിൽ. ചലന ജഡത്വം എന്ന് പറയുന്ന തത്വം അനുസരിച്ച് മാത്രമേ നമ്മുടെ ശരീരത്തിന് ബസ്സിൽ യാത്ര ചെയ്യാൻ സാധിക്കൂ. എന്തിനും അതേ പറ്റൂ. നമുക്ക് മാത്രമല്ല, പാഴ്സലുകളുണ്ടെങ്കിൽ മറ്റു കെട്ടുകളുണ്ടെങ്കിൽ എല്ലാത്തിനും അതേ പറ്റുള്ളൂ. അതായത് സഞ്ചരിക്കുന്ന വാഹനത്തിന്റെ വേഗത്തിൽ വരുന്ന ഏറ്റക്കുറച്ചിലുകൾ മനുഷ്യ ശരീരത്തെ തീർച്ചയായിട്ടും ബാധിക്കും. മുന്നിലേക്കും പിന്നിലേക്കും മുകളിലേക്കും താഴേക്കും വശങ്ങളിലേക്കും ഒക്കെ മനുഷ്യ ശരീരം ചാഞ്ചാടും. ആണിന്റേതായാലും പെണ്ണിന്റേതായാലും ചാഞ്ചാടും. അടുത്തു നിൽക്കുന്ന മനുഷ്യന്റെ ശരീരത്തിലോ അല്ലെങ്കിൽ ബസ്സിന്റെ ശരീരഭാഗങ്ങളിലോ തട്ടിയും തടഞ്ഞും മാത്രമേ നമുക്കൊക്കെ പൂർവ്വസ്ഥിതി പ്രാപിക്കാൻ സാധിക്കുകയുള്ളൂ. സദാചാര സഞ്ചാരിണികളായിട്ടുള്ള നാരീമണികളുടെ തിരുശരീരത്തെ ഭൗതിക ശാസ്ത്ര നിയമം ഒട്ടും തന്നെ വകവയ്ക്കുന്നില്ല എന്ന് ഈ സാദാമംഗകളും അതുപോലെ തന്നെ മതമംഗകളും ഒക്കെ മനസ്സിലാക്കണം. എന്നാൽ മാറുനിറയെ മാംസമലകളുമായി ബസ്സിൽ ഇരപിടിക്കാൻ കയറിയ മറുതയുടെ ശരീരത്തിലേക്ക് വേണ്ട വിധം ദീപക് ചായുന്നില്ല എന്ന് കണ്ടപ്പോൾ ആ താടക നിൽപ്പിന്റെ നില മാറ്റിയത് നമ്മൾ കണ്ടു, അല്ലെ? ആ വീഡിയോ കണ്ടവർക്കെല്ലാം കാര്യം മനസ്സിലാവും. വീഡിയോയുടെ തുടക്കത്തിൽ അവളുടെ നെഞ്ചിൻ കൂടിന്റെ ദർശനം ദീപകിന്റെ ശരീരത്തിലേക്കല്ല, ഒട്ടും തന്നെയല്ല. അവൾക്ക് വേണമെങ്കിൽ ഒതുങ്ങി നിൽക്കാം, ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷെ അവൾ ചെയ്തില്ലത്. കാരണം ഉന്നം അവളുടേത് മറ്റു പലതുമാണ്. അതുകൊണ്ട് ഓൾ നിൽപ്പിന്റെ നില ഒന്ന് പരിഷ്കരിച്ചു. വിരിമാറ് ദീപക്കിനെ ഉന്നമിടുന്ന നിലയിൽ അയാളുടെ ആ ചലന ജഡത്വ പരിധിയിലേക്ക് കയറ്റി വെച്ചു, വളരെ ബോധപൂർവ്വം. എന്നിട്ട് ക്യാമറ കണ്ണിലേക്ക് അങ്ങനെ ഉറ്റുനോക്കിക്കൊണ്ട് നിന്നു, ഒരു ഗൂഢമായിട്ടുള്ള സ്മിതത്തോടുകൂടി. ഇപ്പൊ തട്ടും, ഇപ്പോൾ എനിക്ക് ഇരപിടിക്കാൻ പറ്റും, എനിക്കൊരു കോണ്ടന്റ് ആവും, ഞാൻ വൈറലാവും എന്ന് പറയുന്ന ക്രൂര ബുദ്ധിയോടുകൂടി അവൾ ക്യാമറ കണ്ണിലേക്ക് നോക്കിക്കൊണ്ട് അങ്ങനെ നിന്നു. ബസിന്റെ വേഗതയിൽ വന്ന വ്യതിയാനത്താൽ സെക്കൻഡിന്റെ ഒരു 10-1 സമയം കൊണ്ട് ആ മനുഷ്യന്റെ കൈമുട്ടിന്റെ മുകൾ ഭാഗം അവരുടെ മാറിന്റെ ുള്ള തുണിയിൽ ഒന്ന് സ്പർശിച്ചു. അയാളുടെ പിന്നിൽ വലതുഭാഗം ചേർന്നാണ് ആ സ്ത്രീ നിൽക്കുന്നതെന്ന് നമുക്ക് കാണാം. ആ മനുഷ്യൻ അറിയുന്നേയില്ല. എന്തോ ഒരു സ്പർശം സംഭവിച്ചപ്പോൾ അദ്ദേഹം ഒരു ഉൾക്കിടിലത്തോടെ, ക്ഷമാപണത്തോടെ, ചെറുപരിഭ്രമത്തോടെ, അബദ്ധം പറ്റിയതുപോലെ തന്റെ ശരീരം ഒതുക്കാൻ പരിശ്രമിക്കുന്നത് നമ്മൾ കണ്ടു. അയാൾക്ക് അവളെ മനഃപൂർവ്വം സ്പർശിക്കണം എന്ന് പറയുന്ന യാതൊരു ഉന്നവും ഇല്ലായിരുന്നുവെന്ന് അയാളുടെ ശരീരഭാഷ കാണുന്ന ആർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലയ്ക്ക് വെളിവുള്ള ആർക്കും മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. എന്നാൽ അവളുടെ ശരീരഭാഷയും മുഖഭാവവും ശ്രദ്ധിച്ചാൽ ക്യാമറ ഓൺ ചെയ്തു വെച്ച അവൾ നടത്തിയ ആ യാത്ര ഇരപിടുത്തം മാത്രം ഉന്നമിട്ടുള്ളതായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. തന്റെ ശരീരത്തെ ദീപകിന്റെ ശരീരത്തിന്റെ ചലന ജഡത്വ പരിധിയിലേക്ക് കൃത്യമായി എത്തിച്ചുകൊണ്ട് അയാളെ അവൾ വെറുമൊരു വീഡിയോ വിഷയം മാത്രമാക്കുകയായിരുന്നു. എത്ര ക്രൂരമായ സ്വാർത്ഥത നിറഞ്ഞ ഒരു ബുദ്ധിയാണ് അവർ വെച്ച് പുലർത്തുന്നത്. എത്ര നികൃഷ്ടയായിട്ടുള്ള ഒരു സ്ത്രീയാണവർ. എന്നാൽ പ്രബുദ്ധ കേരളീയരോ അധികാരികളോ തന്റെ പുരുഷ നിസ്സഹായതയെ മനസ്സിലാക്കില്ല എന്നറിയാവുന്നത് കൊണ്ടാണ് ദീപക് സ്വയം കൊന്നു നാടുവിട്ടത്, അല്ലെങ്കിൽ ഇഹലോകവാസം വെടിഞ്ഞത്. ജനാധിപത്യത്തിൽ നിന്നും ഈ മതാധിപത്യത്തിലേക്ക് വെട്ടിയ ഒരു ചാല് പോലെ മതത്തിന്റെ പേരിൽ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് പൊതുപ്രവർത്തനം നടത്തുന്ന ഒരു മതപ്രസ്ഥാനത്തിന്റെ ഭാഗമായി വാർഡ് മെമ്പറായിട്ടുള്ള വ്യക്തിയാണ് ഈ താടകയെന്നാണ് പോങ്ങനെ മനസ്സിലാക്കാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സംവിധാനങ്ങളൊക്കെ അവൾക്കൊപ്പം നിൽക്കും. നാരീപക്ഷ കേരളം അവളെ പിന്തുണയ്ക്കും. സാംസ്കാരിക നായകൾ അവളെ ധീരയായ വിപ്ലവ നായികയായി ആഘോഷിക്കും. പ്രബുദ്ധ കേരളം താതസുലഭരും നെറികെട്ടവരുമായിട്ടുള്ള നരനാറികളുടെ ഈറ്റില്ലമാണെന്നാണ് പോങ്ങൻ വളരെ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നത്. ദീപക് ആത്മഹത്യ ചെയ്തില്ലായിരുന്നുവെങ്കിൽ അയാൾ ഈ നാട്ടിൽ അനുഭവിക്കേണ്ടി വരുന്ന മാനസിക സംഘർഷം ഒട്ടും തന്നെ ചെറുതായിരിക്കില്ല. നമ്മൾ കീറി മുറിക്കും അയാളെ. പുരോഗമന ബുദ്ധരായിട്ടുള്ള ചില മതസ്ഥർ സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമിടയിൽ തുണി കൊണ്ട് ഒരു മറകെട്ടി പൊതു ഇടങ്ങളിൽ സദാചാരം സംരക്ഷിക്കാറുണ്ട് എന്ന് പറയുന്ന ഒരു വാർത്ത പോങ്ങൻ കേട്ടിട്ടുണ്ട്. പലപ്പോഴും നവമാധ്യമങ്ങളിലൂടെ അതിന്റെയൊക്കെ ദൃശ്യങ്ങൾ പോങ്ങൻ കണ്ടിട്ടുമുണ്ട്.
നമ്മുടെ ഈ ഹരിത കേരളത്തിലെ ബസ്സുകളിൽ അത്തരം ഒരു ലിംഗവിഭജന മറ എത്രയും വേഗം ഉണ്ടാക്കണം. ബസ്സിനെ 2 മുറികളായി തിരിച്ച് സ്ത്രീകളെ ഒരു മുറിയിലടച്ച് പുരുഷന്മാരുടെ വംശഹത്യ തടയുന്ന നിലയൊരുക്കണം. തിയേറ്ററുകളിലും തീവണ്ടികളിലും ഒക്കെ ആ സംവിധാനം കൊണ്ടുവരണം. ഭൗതികശാസ്ത്ര നിയമത്തെ മറികടക്കാനുള്ള ശേഷിയൊന്നും ഞങ്ങൾ പുരുഷന്മാർക്കില്ലെന്നേ. ഈ ചലന ജഡത്വത്തെ സദാചാരം കൊണ്ട് ഞങ്ങൾക്ക് തോൽപ്പിക്കാനുമാവില്ല. മരിച്ചുപോയ ദീപകിന് പോലും അത് സാധിക്കില്ല. മരിച്ചുപോയ ആ ജഡം, ദീപകിന്റെ ആ ജഡം അത് കൊണ്ടുവന്ന് ബസ്സിൽ ചാരി നിർത്തിയാൽ പോലും തീർച്ചയായിട്ടും നിശ്ചല ജഡത്വം അനുസരിച്ചുകൊണ്ട് ആ ജഡം, ദീപകിന്റെ ജഡം തീർച്ചയായിട്ടും മുന്നോട്ടോ പിന്നോട്ടോ ഒക്കെ ഒന്ന് അനങ്ങിന്ന് വരും. അതൊന്നും ആ മനുഷ്യൻ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാവില്ല എന്നല്ലല്ലോ ജഡമായ ദീപകിന് എന്തറിയാനല്ലേ. അതുകൊണ്ട് ബസ്സുകളിൽ സ്ത്രീകൾക്കായി പ്രത്യേകം ഒരു മുറി ഉണ്ടാകുന്ന കാലം വരെ പുരുഷന്മാർ ബസ് യാത്ര അവസാനിപ്പിക്കുന്നതാണ് വളരെ നല്ലത്, സുരക്ഷിതം. അല്ലെങ്കിൽ ആ പുരുഷനോടൊപ്പം കുടുംബത്തിലെ 3-4 സ്ത്രീകളെങ്കിലും ലക്ഷ്യസ്ഥാനം വരെ അയാൾക്കൊപ്പം അയാളെ ചുറ്റി നിന്ന് യാത്ര ചെയ്യുക. അത്രത്തോളം സ്ത്രീകൾക്ക് അംഗബലമില്ലാത്ത വീട്ടിലെ പുരുഷന്മാരാണെന്നുണ്ടെങ്കിൽ കഴിവതും ബസ് യാത്ര ഒഴിവാക്കുക. സാധിക്കുമെങ്കിൽ നന്മയുടെ അംശമെങ്കിലും ഉള്ളിൽ അവശേഷിക്കുന്ന പൊതുപ്രവർത്തകർ ആരെങ്കിലും ഈ നാട്ടിലുണ്ടെങ്കിൽ ആ സ്ത്രീക്ക് അർഹമായിട്ടുള്ള ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ വേണ്ടുന്നതായിട്ടുള്ള പ്രവർത്തനങ്ങൾ വളരെ ആത്മാർത്ഥമായി നിങ്ങൾ നടത്തണം. ദീപകന്റെ ആത്മഹത്യയെ കൊലപാതകമായി കണ്ട് അവൾക്ക് ഘാതക പദവി സമർപ്പിച്ചുകൊണ്ട് അവളെ വിചാരണ ചെയ്യാൻ വേണ്ടുന്ന നടപടികൾ നിങ്ങൾ സ്വീകരിക്കണം. രാഹുൽ ഈശ്വർ വിഭാവനം ചെയ്യുന്ന പുരുഷ കമ്മീഷനെങ്കിലും ഇക്കാര്യത്തിൽ വേണ്ടത് ചെയ്യണമെന്ന് പറയുന്ന ഒരു എളിയ അഭ്യർത്ഥന ഈ പോങ്ങനുണ്ട്. അത്രയും സാമൂഹ്യ മൂല്യമില്ലാത്ത ദുർബലനായിട്ടുള്ള വെറും ഒരു പോങ്ങനെ സംബന്ധിച്ച് ഇത്രയൊക്കെയല്ലേ പറ്റുള്ളൂ. ഇത്തരമൊരു സാങ്കേതിക സാഹചര്യം ഒരുക്കി നൽകിയത് കൊണ്ട് ഈ നിലയിലെങ്കിലും ഒരു പ്രതിഷേധ സ്വരം ഉയർത്താനുള്ള അവസരം എനിക്ക് ലഭിച്ചു എന്ന് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. തീർച്ചയായും അതിന്റെ പേരിൽ യൂട്യൂബിനോടും ഗൂഗിളിനോടും ഈ പോങ്ങൻ ആത്മാർത്ഥമായിട്ടുള്ള കടപ്പാട് അറിയിക്കുകയും ചെയ്യുന്നു. ദീപകന്റെ ആത്മാവിന് ആത്മാർത്ഥമായിട്ടുള്ള പ്രണാമം. ആ നെറികെട്ട ഘാതകയുടെ ജീവിതം ജീവപര്യന്തം ദുരിതപൂർണമാവാൻ വേണ്ടുന്ന എല്ലാ ഭൗതിക ലൗകിക സാഹചര്യങ്ങളും നൽകിക്കൊണ്ട് അവരുടെ ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ. അതല്ലാതെ ഈ നാട്ടിൽ നിന്ന് അവൾ ചെയ്ത ഈ കൃത്യത്തിന്, ഈ ക്രൂരതയ്ക്ക് എന്തെങ്കിലും തരത്തിലുള്ള ശിക്ഷ അവൾക്ക് ലഭിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, ഒട്ടും തന്നെ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് അവരുടെ ദൈവമെങ്കിലും ഈ അന്യായത്തോട്, ഇവളുടെ ഈ ആർത്തിയോട്, നെറികേടിനോട്, ക്രൂരതയോട്, നന്മയില്ലായ്മയോട്, നികൃഷ്ടമായിട്ടുള്ള ഈ മനോഭാവത്തോട് അതിന് അർഹമാകുന്ന ഒരു ശിക്ഷ അവരുടെ ദൈവമെങ്കിലും അവർക്ക് നൽകട്ടെ. നിർത്തുന്നു. എന്തായാലും ആദ്യം നികൃഷ്ടയായിട്ടുള്ള ആ താടകയെ എന്റെ മയിരായി സങ്കല്പിച്ചുകൊണ്ട് ഞാൻ ആ താടകയെ